ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 24th റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ എപ്പിസോഡ് കണ്ടിരുന്നു. കുറേ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഇന്നലെ എപ്പിസോഡിൽ കണ്ടിരുന്നു. അതിൽ മെയിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കണ്ടത് അനുമോളും ജിസയിലും നമ്മളൊരു ഇഷ്യൂ ആയിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ അനുമോള് എന്താ പറയുക, ആദ്യത്തെ കുറച്ച് നാളൊക്കെ ഈ മേക്കപ്പിൻ്റെ ഇതും പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞു CID ആയിട്ടാണ് അനുമോളെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോഴും പുള്ളിക്കാരി അനുമോൾ ആ സെയിം സ്ട്രാറ്റജി തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോഴും ജിസൈലിൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ്. ജിസൈൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് ആൾക്ക് അനുമോൾ വേറെ ടാസ്കിലോ വേറെ ഒന്നിലും കോൺട്രിബ്യൂഷനും ചെയ്യുന്നില്ല, കോൺസെൻട്രേഷനും ചെയ്യുന്നില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അല്ലെങ്കിൽ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക, വേറൊന്നും അനുമോളിൻ്റേതായിട്ടുള്ള ഒരു ഇത് നമുക്ക് എന്താ പറയുക ടാസ്കിലോ വേറെ ഒന്നിലും നമുക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെ കിച്ചണിലായിരിക്കും കുക്കിങ്ങും കാര്യങ്ങളുമായിട്ട് നമുക്ക് അതിനാണ് സ്ക്രീൻ സ്പേസ് കൂടുതലും ഉള്ളത് അപ്പോൾ ഇന്നലെ ആ സെയിം ഇഷ്യൂ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പെട്ടെന്ന് ജിസൈൽ എന്നിട്ട് അനുമോൾ ജിസൈലിൻ്റെ ലിപ്പിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടയ്ക്കുന്നതും പിന്നെ അപ്പോഴേക്കും ജിസൈൽ പെട്ടെന്ന് അനുമോളെ ഉന്തുന്നതും ഒരു പുള്ളി ചെയ്യുന്നത് പോലെയായിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അത് ജിസൈലിൻ്റെ സ്ഥലത്ത് ആരാണെങ്കിലും പെട്ടെന്നുള്ളൊരിതിൽ നമ്മൾ ആരാണെങ്കിലും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ പറയും. പിന്നെ മേ ബി ചിലപ്പോൾ ജിസൈൽ അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് പുള്ള് ചെയ്തുകൊണ്ടായിരിക്കാം അനുമോൾ കുറച്ച് ഇതായി പോയത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഈ അത് മാത്രമല്ല, ഇപ്പോൾ നവീനാണെങ്കിലും ജിസൈലിനാണെങ്കിലും സർവാധികാരി എന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ബാൻഡ്. അപ്പോൾ അവർക്ക് എന്തും യൂസ് ചെയ്യാം എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മേ ബി അവർക്ക് മേക്കപ്പ് പ്രോഡക്ട്സും യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അനുമോൾ വീണ്ടും ഈ അവരുടെ തന്നെ പിന്നാലെ നടക്കുക, വേറെ ഒന്നിലോട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതത്ര നല്ലതാണല്ലോ എന്ന്. വെറുതെ ഒരാളുടെ പിന്നാലെ ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് നടക്കുക, വേറൊന്നും അവിടെ ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ ഒരു ഭാഗത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മാത്രമാണ് അനുമോളിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പേഴ്സണലി എപ്പിസോഡ്സ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മൾ മെയിൻ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നവീൻ വന്നിട്ട് അവരുടെ ഇടയിൽ നിൽക്കുന്നതും പിന്നെ അപ്പോഴേക്കും ആതിരയും നൂറിയും വരുന്നിട്ട് നവീനും ആതിരയും നൂറിയും തമ്മിലുള്ള ഇഷ്യൂസ് വരുന്നതും പിന്നെ അപ്പോഴേക്കും നവീനും ആതിരയും നൂറിയും കൂടെ വരുന്നതാണ്. നവീനും ആതിരയും നൂറിയും തമ്മിലുള്ള ചെറിയൊരു ഇഷ്യൂ വരുന്നത് നമ്മൾ കണ്ടു. പിന്നെ എന്താ പറയുക, അവരുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങളും പിന്നെ അവസാനം അവർ പ്രൊവോക്ക് ചെയ്യുന്ന നവീനോട് പിന്നെ നവീൻ പറയുന്നുണ്ട് അനുമോളെ ക്വിറ്റ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നത്. അത് ആ ഒരു ഇത് വെച്ചിട്ട് ടാർഗറ്റ് വെച്ചിട്ട് പ്രൊവോക്ക് ചെയ്യുകയാണ് ആതിര നൂറി നവീൻ അതിപ്പോൾ നവീൻ്റെ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു നവീൻ നല്ലൊരു ഗെയിമറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നവീൻ ഗെയിമറാന്നറിയുന്ന എല്ലാവർക്കും ചെറിയൊരു ഇതുണ്ടാവും, എന്താ പറയുക, അത് കുറച്ച് ഒന്ന് എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവസാനം എന്താണെങ്കിലും പ്രൊവോക്ക് ചെയ്ത് നമ്മൾ നവീൻ ക്വിറ്റായി പോയി നമ്മൾ നല്ല എപ്പിസോഡിൽ കണ്ടു. പക്ഷേ ലൈവിൽ എന്താ പറയുക നവീൻ തിരിച്ചു വരുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത്. അപ്പോൾ അധികം നാളത്തെ എപ്പിസോഡ് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവർ പോയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ ഹൗസ്മേറ്റ്സും പറയുന്നുണ്ട് ഇങ്ങനെ ഇവർ കളിച്ചിട്ടാണ് നവീനെ വേണം വെച്ച് ഔട്ടാക്കിയതാണ്, ഔട്ട് വെച്ച് ക്വിറ്റ് ചെയ്യിപ്പിച്ചതാണ്, അത്രയും പ്രൊവോക്ക് ചെയ്തു, നവീൻ അതിൽ വീണ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി ഹൗസ്മേറ്റ്സ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ എപ്പോഴും പറയുന്നത് ഇതും അനുമോളുടെ തലയിൽ വരും, അനുമോൾ കാരനാണ് പുറത്ത് പോയതെന്നാണ് അനുമോൾ പറയുന്നത്. പക്ഷെ അപ്പോഴും ആദ്യം നൂറിയും പറയുന്നുണ്ട് ഇല്ല ഇത് ഞങ്ങളാണ് അവനെ പുറത്താക്കാൻ വേണ്ടി നോക്കിയത്, ഞങ്ങൾ കാരനാണ് പോയത് എന്ന് അവരുടെ ഒരു ഇത് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡ്സിൽ മൊത്തം ഒരു എന്താ പറയുക ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും കുറേ ഇഷ്യൂസും കാര്യങ്ങളും തമ്മിത്തല്ലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒട്ടും ഈ പറഞ്ഞ പോലെ രേണുസുധീനൊന്നും നമുക്കിപ്പോൾ എപ്പിസോഡിൽ കാണാനായി പറ്റുന്നില്ല. അവിടെ ഇവിടെയൊക്കെ വല്ലപ്പോഴും വന്ന് കാണുന്നല്ലാണ്ട് പേഴ്സണലി അവരെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. എന്താ പറയുക, ടാസ്കിനകത്താണെങ്കിലും വല്ലപ്പോഴും ചിലപ്പോൾ അടുക്കളയുടെ അവിടെ കാണാം, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അതേപോലെ രേണുസുധി പോലെ തന്നെയാണ് ഇപ്പോൾ ബിന്നിയും ഈ പറഞ്ഞ പോലെ പല ഇഷ്യൂസും വരികയാണെങ്കിലും അവരുടേതായിട്ടുള്ള ആ ഒരു ഒന്നും അവിടെ കാണുന്നില്ല. അതേപോലെ ഇപ്പോൾ അനീഷും കുറച്ചൊന്ന് ഒതുങ്ങിയ പോലെ എനിക്ക് തോന്നി, ആവശ്യമില്ലാത്ത ഒന്നിലും കയറി ഇടപെടുന്നില്ല. ഇപ്പോൾ ഇത്രയും ഫൈറ്റുകളൊക്കെ വന്നു, എന്താ പറയുക അതിൽ കയറി ഇടപെടാണ്ടും ഒക്കെ കുറച്ചൊന്ന് മാറിയിരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നലെ കണ്ടത്. പിന്നെ വേറെ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് പണിപ്പുര ടാസ്കിലോട്ട് എല്ലാവർക്കും കയറാം എന്നുള്ളൊരിത് കണ്ടു. അപ്പോൾ എല്ലാവരും കയറി എല്ലാവരുടെയും സാധനങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
എന്താ പറയുക ജിസയിൽ എനിക്ക് തോന്നുന്നു അത് കാരണം ഇനിയിപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങുമായിരിക്കും എല്ലാവർക്കും. കാരണം എല്ലാവർക്കും അതിനുണ്ടായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത് കാരണം ഒന്ന് ഒതുങ്ങുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി ബിഗ് ബോസ് അവർക്ക് ആ ഒരു ടൈം ആയപ്പോൾ തന്നെ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നലെ കണ്ടത്. പിന്നെ വേറൊന്ന് കണ്ടത് റന ഫാത്തിമ കിച്ചണിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ കണ്ടത് റന ഫാത്തിമ അനുമോളും തമ്മിലുള്ള വിഷയമാണ്. എല്ലാവർക്കും ഫുഡ് കൊടുക്കുമ്പോൾ റന ഫാത്തിമ കുറച്ചും കൂടെ റൈസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ലാതെ എല്ലാവർക്കും കൊടുക്കണം, ഇനി തരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ റന ഫാത്തിമ പറയുന്നത് ഞാൻ രണ്ടാമത് വന്ന് ചോദിക്കാറില്ല, ആദ്യം തന്നെ എനിക്ക് കുറച്ച് കൂടുതൽ എന്താ പറയുക എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും വരില്ലല്ലോ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല എല്ലാവർക്കും വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി അക്ബറും അങ്ങനെ അപ്പാനിഷടുത്ത തോന്നുന്നു വന്ന് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ രണ്ടാമത് വന്ന് എടുക്കുന്നുണ്ടല്ലോ, റണ അങ്ങനെ എടുക്കുന്നില്ല, അപ്പോൾ അത് കാരണം റണയ്ക്ക് ഫസ്റ്റ് തന്നെ അത് കൊടുത്തൂടെ. അപ്പോഴേക്കും അനുമോൾ അപ്പോഴേക്കും ഫുഡ് എടുത്ത് മാറ്റി വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എനിക്കത് അത്ര നല്ലൊരു ക്വാളിറ്റി അല്ലാത്ത പോലെ എനിക്ക് തോന്നി. കാരണം എത്ര ശത്രുവാണെങ്കിലും നമ്മൾ ഇപ്പോൾ റന ഫാത്തിമയുടെ പകരം വേറെ ആരാണെങ്കിലും ഇപ്പോൾ ഈവൻ ശൈത്യ അല്ലെങ്കിൽ ആതിര നൂറ ആരാണെങ്കിലും അനുമോൾ എന്തായാലും കൊടുത്തിരിക്കും. ഇതിപ്പോൾ റന ആയത് കാരണം പേഴ്സണൽ ആ ഗ്രഡ്ജ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ഫുഡ് എക്സ്ട്രാ ഒരു എന്താ പറയുക എന്തായാലും ഞാൻ രണ്ടാമത് വന്ന് എടുക്കില്ല എന്ന് പറഞ്ഞു. അത് ചില ആൾക്കാരുടെ സ്വഭാവമായിരിക്കാം. വീണ്ടും അവർ പോയി എടുക്കില്ല ചില ആൾക്കാർ. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് ആളാണ്. കാരണം ഞാൻ ഫസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പോയി എടുക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കില്ല. അത് ഓരോരുത്തരുടെ ഇതായിരിക്കാം, ക്യാരക്ടറായിരിക്കാം. അപ്പോൾ ആ ഒരു ഇതിൽ വീണ്ടും ചോദിക്കുമ്പോൾ വീണ്ടും കൊടുക്കാൻ പറ്റില്ല. അവരുടെ പിന്നെ മറ്റുള്ള അപ്പാൻ്റെ ശരത്തും അതേപോലെ തന്നെ അക്ബറും വന്ന് പറയുന്നുണ്ട് ഭക്ഷണത്തിന് ഇങ്ങനെ കണക്ക് പറയണോ അനുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതെനിക്ക് പേഴ്സണലി കുറച്ച് ഇപ്പോൾ എന്താ പറയുക എനിക്ക് പേഴ്സണൽ കാരണം ഒരാൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ 3-4 തവണ ചോദിച്ചു റന ഫാത്തിമ കുറച്ച് തരൂ, എന്നിട്ടും ഒരു എന്താ പറയുക ഒരു ഇതില്ലാത്ത പോലെ ഒരു ഹ്യൂമാനിറ്റി ഒട്ടും ഇല്ലാത്ത പോലെ ഈ അനുമോൾ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അതൊട്ടും നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. അപ്പം മിക്കവാറും ഇന്നത്തെ എപ്പിസോഡിൽ എന്താ പറയുക അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെയാണോ നാളത്തെയാണോ എപ്പിസോഡിൽ കാണിക്കുന്നത് എനിക്കറിയില്ല. എനിക്കൊന്നും ഇന്നത്തെ ആയിരിക്കാം. നെവീൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം നമുക്ക് കാണാം. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. ബൈ.